സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഞാനൊരു പരമവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ വന്നതിൽ തന്നെ, അങ്ങനെ വന്നുപോയി എങ്കിൽ തന്നെ ഞാൻ അറിയാതെ വന്നു പോയതായിരിക്കും. അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു ഖേദമുണ്ട് എനിക്കതിൽ. സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ശബരിമല ഏറ്റെടുത്തു പോയാൽ അതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് 1241 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 42 ക്ഷേത്രമുണ്ട്. അതിൽ 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. 40,000 കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ്, ഒരു ആത്മീയ സ്ഥാപനമാണ്. ഈ സ്ഥാപനം അപ്പോൾ തകർക്കുക എന്നുള്ളതല്ലേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളും പൂട്ടിക്കുക എന്നുള്ളതല്ലേ ഈ ഒരു ഡയലോഗിൻ്റെ ഉദ്ദേശം? നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ ഖ്യാതി ആഗോള തലത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് പമ്പയിൽ നടത്തിയ ഈ പരിപാടി ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഏതാണ്ട് 10 വർഷക്കാലത്തിലേറെ കാലമായി ശബരിമലയിൽ നടക്കുന്ന കരിം കൊള്ളയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയില്ലാതെ തന്നെ അവിടെ നിന്നും അഴിച്ചു കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൽ 4.5 കിലോഗ്രാമാണ് തൂക്കം കുറവ് വന്നിരുന്നത്. ഏതാണ്ട് 40 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ 4.5 കിലോ സ്വർണം അതിൽ നിന്നും കാണാതെ പോയി എന്ന് പറയപ്പെടുന്നു. ഇതിനു മുമ്പ് അവിടെ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നത് തനി തങ്കത്തിൽ നിർമ്മിച്ച, അതായത് യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു. എന്നാൽ ആ സ്വർണ്ണപ്പാളി ഇപ്പോൾ എവിടെയാണ്, എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഒരു ഭാഗത്തു നിന്നും മറുപടി കിട്ടുന്നില്ല. ദേവസ്വം ബോർഡ് ഈ ചോദ്യങ്ങൾക്കെല്ലാം മുന്നിൽ കണ്ണുമിഴിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ കാലാകാലങ്ങളിൽ ശബരിമല അയ്യപ്പന് കാണിക്കയായി കിട്ടുന്ന സ്വർണം, വെള്ളി, രത്നകിരീടങ്ങൾ, ഇങ്ങനെ വിലപിടിപ്പുള്ള നിരവധി വസ്തുവകകൾ ശബരിമലയിൽ എത്രയുണ്ട് എന്നുള്ളതിന് യാതൊരു കണക്കില്ല, രജിസ്റ്ററില്ല. ഉണ്ടായിരുന്ന രജിസ്റ്റർ തന്നെ കാണാനില്ല എന്നാണ് ഇന്നലെ ദേവസ്വം വിജിലൻസ് ഓഫീസർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായി മൊഴി നൽകിയത്. അതായത് ശബരിമലയിൽ എന്തൊക്കെ ആസ്തികളുണ്ട്, ഇതിന് എവിടെയാണ് രേഖകൾ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു രേഖയും നിലവിലില്ല, നിലവിലുണ്ടായിരുന്ന രേഖ തന്നെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോടതി ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തിരുവിതാംകൂർ ദേവസ്വത്തിനും വിജിലൻസ് ഓഫീസർക്കും കൃത്യമായ താക്കീത് നൽകി തന്നെയാണ് ഇന്നലെ കോടതി ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതായത് ശബരിമലയിലെ സ്വർണം, രത്നം, വെള്ളി, ഭഗവാന് സമർപ്പിക്കപ്പെട്ട മറ്റ് സ്വർണ്ണ ഉപകരണങ്ങൾ, രത്നഖചിതമായ മകുടങ്ങൾ, ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അത് എവിടെ നിന്നാണ് കിട്ടിയത്, അതിൻ്റെ വലിപ്പം, തൂക്കം, അളവ് എന്നിവയെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനും കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. കാരണം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ശബരിമലയിൽ ഇന്നുവരെ കട്ടുമുടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ PS പ്രശാന്ത് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നത്. PS പ്രശാന്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ജനങ്ങളേറെ വിമർശിച്ചതും PS പ്രശാന്തിനെ തന്നെയാണ്. കാരണം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയാണ്. അതായത് CPM-ൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടിക്കാരുടെയോ ജാഥയ്ക്ക് പോകുന്ന പ്രവർത്തകർ കൈ ചുരുട്ടി മുകളിലേക്ക്, വായുവിലേക്ക് മുഷ്ടി ചുരുട്ടി എറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് TS പ്രശാന്ത് ശരണം വിളിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ ശരണം വിളിക്കുമ്പോൾ അത് അയ്യപ്പനെ കളിയാക്കുന്ന രീതിയിലാണോ അതോ വേദിയിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളത് അറിയില്ല എന്നാണ് അന്ന് പല മാധ്യമങ്ങളിലൂടെയും പ്രശാന്തിനെ ട്രോളിക്കൊണ്ടുള്ള വാർത്തകൾ വന്നത്. എന്തായാലും അത്തരം സംഭവങ്ങളെല്ലാം ദൗർഭാഗ്യകരമായി പോയി എന്ന് തന്നെയാണ് പ്രശാന്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ സുരേഷ് ഗോപി ഇടപെട്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ശബരിമല നേരിട്ട് ഏറ്റെടുപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത
മാധ്യമങ്ങൾ പ്രശാന്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വളരെ വൈകാരികമായാണ് അതിന് മറുപടി പറഞ്ഞത്. സുരേഷ് ഗോപി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ശബരിമലയുടെ പ്രത്യേകതകളെക്കുറിച്ചും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ മാനുവലിനെ കുറിച്ചും കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 1422ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 50 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം ശബരിമല ദേവസ്വത്തിലെ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് എന്നാണ് പ്രശാന്തൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏതാണ്ട് 40,000 കുടുംബങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ കഴിഞ്ഞു പോകുന്നത്. കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപി പറയുന്നത് പോലെ ശബരിമല ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ 1422 ക്ഷേത്രങ്ങളെയും ഇതിൽ ജോലിയെടുക്കുന്ന ഏതാണ്ട് 40,000 ആളുകളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമായി പോകും. ശബരിമലയെ തകർക്കുന്നതായിരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഏതാണ്ട് 40,000 ആളുകളെയും അദ്ദേഹം കുരുതി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഈ പ്രവൃത്തി എന്ന് തന്നെയാണ് പ്രശാന്തൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ TV പ്രശാന്തൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ബോർഡ് യോഗമൊക്കെ ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തി കാണും. എന്താണ് വിലയിരുത്തൽ? അല്ല, ഞങ്ങളുടെ വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ NSSൻ്റെയും SNDPയുടെയും KPMSൻ്റെയും അങ്ങനെ ഒട്ടനവധി ഏതാണ്ട് 29ഓളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണ സപ്പോർട്ട് തുടക്കം മുതലേ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നന്നായി നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിച്ചത്. അതിനുശേഷം ഒരു ബദൽ സംഗമം പന്തളത്ത് നടന്നു. ആ പരിപാടി എങ്ങനെ വിലയിരുത്തും? അല്ല, അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറി, അല്ലെങ്കിൽ അതൊരു പ്രതിഷേധ സംഗമമായി മാറി എന്നതിനപ്പുറം ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ ആളിറക്കണമെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് പെരിനാട് പഞ്ചായത്ത് ഭരണകക്ഷിയാണ് ഭരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇറക്കിയാൽ 2 വാർഡ് മതിയായിരുന്നല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവിടെ 2 വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് ഒരു ട്രോളായൊക്കെ മാറിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കും പോലെ ശരണം വിളിച്ചു എന്നുള്ളത്. ഞാനുമായി ബന്ധപ്പെട്ട് ഒരു ഇങ്ങനെ കൈ പൊക്കിയ സമയത്ത് അതിനെ ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള മട്ടിലാണ്. അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് ഖേദമുണ്ട്. സത്യത്തിൽ ഞാനൊരു പരമവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ വന്നതിൽ തന്നെ അങ്ങനെ വന്നുപോയി എങ്കിൽ തന്നെ ഞാൻ അറിയാതെ വന്നു പോയതായിരിക്കും. അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു ഖേദമുണ്ട് എനിക്കതിൽ. സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ 2018 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് മുദ്രാവാക്യം വിളിക്കാതെയും ഒക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് അത് നടന്നത്. അങ്ങനെയുള്ളവരാണ് എന്നെ കളിയാക്കുന്നത്. എത്രയോ സ്വാമിമാർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കൈ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ കഴിയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന, ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ്? അതൊരു സാധ്യമാണോ? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അദ്ദേഹത്തിന് 1950 ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചാണ്, ഒരു കവനൻ്റ് മുഖാന്തരമാണ് ഇത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ആധികാരികമായി അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതൊരു അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ശബരിമല ഏറ്റെടുത്തു പോയാൽ അതുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏതാണ്ട് 1241 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 42 ക്ഷേത്രമുണ്ട്. അതിൽ 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. 40,000 കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ്, ഒരു ആത്മീയ സ്ഥാപനമാണ്. ഈ സ്ഥാപനം അപ്പോൾ തകർക്കുക എന്നുള്ളതല്ലേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളും പൂട്ടിക്കുക എന്നുള്ളതല്ലേ ഈ ഒരു ഡയലോഗിൻ്റെ ഉദ്ദേശം? ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പങ്കാളിത്തം കുറവായിരുന്നു എന്നുള്ളതാണ്. ഈ കൃത്യം എണ്ണം ബോർഡ് എടുത്തിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു കോൺക്ലേവിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ പ്രൗഢിയോടുകൂടി അക്കാഡമിക് സെഷനുകൾ നടക്കണമെന്നില്ല. കാരണം അക്കാഡമിക് സെഷനിലാകുമ്പോൾ ആ തരത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമേ അവിടെ പോവുകയുള്ളൂ. മാത്രമല്ല, ഇത് ഒരേ സമയത്ത് 3 വേദികളിലാണ്. ആ വേദിയിൽ ഒരു 500-600-500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഉദ്ഘാടനം നടന്ന വേദിയിൽ മാസ്റ്റർ പ്ലാനിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഒരു 500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 500-600 ആളുകളുണ്ടായിരുന്നു. സ്പ്ലിറ്റായി അങ്ങ് പോയി. പിന്നെ ഉച്ച സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ കാര്യമാണ്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനം പോലെ നിറഞ്ഞ വേദിയിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ അതല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന ആൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ, പെരിനാട് പഞ്ചായത്ത് ഭരിക്കുന്നത് കേരള ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയാണ്.